ഹലോ നമസ്കാരം. ശ്രീലങ്കയിലെ ഞങ്ങളുടെ 5ാമത്തെ ദിവസമാണെന്ന്. ഇന്നലെ നമ്മളുടെ നാട്ടിലെ വിഷു പോലെ തന്നെ ഇവിടെ സിംഗളീസുകാരുടെ ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് രാവിലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂത്ത് റെലിക് ടെമ്പിൾ ഉണ്ട് ബുദ്ധൻ്റെ. അപ്പോൾ ടൂത്ത് റെലിക് ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അവിടെ ഒരു 1.5 hours ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് കാൻഡിയിലെ ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ തന്നെയാണ് റെലിക് ടെമ്പിളും ഉള്ളത്. അതിനടുത്തേക്കായിട്ട് ഞങ്ങൾ സുമതി ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇവിടെ ശ്രീലങ്കക്കാരിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇടിയപ്പം. ഒതൻറ്റിക് ആണ്. നമുക്കതത്ര ഒതൻറ്റിക് അല്ലെങ്കിലും ഇടിയപ്പമാണ് ഇവിടുത്തെ ഒതൻറ്റിക് സാധനം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നൊരു ഇടിയപ്പം സെറ്റ് മേടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചെത്തി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് അഗൈൻ ഞങ്ങൾ കാൻഡി കാണാനായിട്ട് ഇറങ്ങി. കാൻഡിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കാൻഡി ലേക്കാണ്. സിമിലർ ടു നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയാം, ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാൻഡി ലേക്ക്, അതിന് ചുറ്റുപാടും കുറേ കടകളും അവിടെ കണ്ട് നടക്കാനായിട്ടുള്ള കുറേ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളായിരുന്നു പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഇവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് ഒരാഴ്ച കട പോലും തുറന്നിട്ടില്ല. അപ്പോൾ ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് നടന്നില്ല. ജസ്റ്റ് 1-2 കടകളുണ്ടായിരുന്നു. അതുവഴി ഇങ്ങനെ ചുമ്മാ തെരുവും കണ്ട് നടന്നു, കുറച്ച് ഫോട്ടോസ് എടുത്തു, ഇല്ലേ? ഇത് മാത്രമേ നമ്മൾ ചെയ്തത്. പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ പാഴ്സൽ മേടിച്ച് പോകാമെന്നും പറഞ്ഞിട്ട് ഒരു ക്യാൻറ്റീൻ മുസ്ലിം ഹോട്ടലുണ്ട്. അവിടെ പോയി അവിടെ നിന്നൊരു ഇവിടുത്തെ ഫേമസ് ആയ അടുത്ത ഒതൻറ്റിക് ഡിഷാണ് കൊത്തു പൊറോട്ട. അത് തന്നെയാണ് ഇന്ന് രാത്രിയും മേടിച്ചത്. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ക്യാൻറ്റീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവായിട്ട് കാണുന്നൊരു സാധനമുണ്ട്. ലോങ് ഒരു ഹില്ലിൻ്റെ മുകളിൽ ഒരു വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു കാൻഡി സിറ്റിന്ന് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ബുദ്ധയുടെ സ്റ്റാച്ചു കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ്, ഇച്ചിരി വലുതുമാണ്. അപ്പം എന്തായാലും റൂമിലേക്ക് പോകുന്ന വഴിക്ക് എന്നതുപോലെ ഞങ്ങൾ എന്നാൽ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. അവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ട് തന്നെ സിറ്റി വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. രാത്രി ടൈം ആയപ്പം ലൈറ്റ്സൊക്കെ വന്ന് ഫുൾ ആ ലേക്കിൻ്റെതും ഫുൾ സിറ്റി, അവിടുത്തെ റിസോർട്ട്സ്, ഷോപ്സ് എല്ലാത്തിൻ്റെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് സിംഗളീസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണാൻ പറ്റി. ആക്ച്വലി നല്ലൊരു വ്യൂ ആയിരുന്നു. ആ വ്യൂവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അതായിരുന്നു ഇന്നലെ സംഭവിച്ചത്.